ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞങ്ങളുടെ ചക്കക്കുരുവിൻ്റെ മുകളിലൊരു പോളല്ലേ, അങ്ങനെയുള്ള ഈ പോള വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അത് നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അങ്ങനെ മുറിച്ച് കളയാം കേട്ടോ. അപ്പം ഒന്ന് അവിടെ ഒഴിവാക്കി വൃത്തിയാക്കി എടുക്കാം. ആ കട്ടിയുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അതെല്ലാം നമുക്ക് മുറിച്ചെടുത്ത് വരാം കേട്ടോ. ചക്കൻ്റെ ഒരു സാധനം നമുക്ക് ഒഴിവാക്കാനില്ല കേട്ടോ. ഇതൊക്കെ നല്ല ടേസ്റ്റ്. അതൊന്ന് വറുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്തിരി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് കുഴച്ച് നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പിടുക. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അത് നമുക്കൊന്ന് നന്നാക്കി വരാം. അപ്പോൾ നമ്മൾ പോളൊക്കെ നമ്മളൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ട് നമുക്കതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, അതിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടട്ടോ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കട്ടോ. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചട്ടി നല്ലോണം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്ക് ലേശം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കട്ടോ. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ നല്ലോണം ഒന്ന് തളിച്ച് വരട്ടെ. സ്റ്റീലില്ല, നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ചക്കൻ്റെ ഒരു സാധനം ഒഴിവാക്കാനില്ല കേട്ടോ. ചക്ക എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ. ക്യാൻസറിനെ തടുക്കണേ, ഷുഗറിനെ തടുക്കണേ, എല്ലാം ചക്കൻ്റെ എല്ലാ ഭാഗങ്ങളും മടലും ചോളയും എല്ലാം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അത്രയും നല്ലൊരു സാധനമാണ്. ഒരു ചക്കൻ്റെ പോളാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. ചക്കപ്പുഴുക്ക്, ചക്ക പഴുത്ത നമ്മൾ കഴിക്കുന്നു, ചക്കൻ്റെ മടൽ ഉപ്പേരിച്ച് കഴിക്കുന്നു, എല്ലാം ചെയ്യട്ടെ. നമുക്ക് ചക്കൻ്റെ ഒരു ആകും നമുക്ക് ഒഴിവാക്കാനില്ല കേട്ടോ. ചക്കക്കുരു നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാം, പുഡിങ് ഉണ്ടാക്കാം, കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ചക്കക്കുരു കൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാം. അതാണ് ചക്ക അത്രയും ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ. നമുക്കിതോടെ മുരിഞ്ഞ് വന്ന് കോരിയെടുക്കട്ടോ. ചക്കപ്പോള നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്തതും ഒന്ന് മുരിച്ചെടുക്കട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ആയില്ല.
ഒന്ന് അപ്പം നമുക്കിത് ഇവിടെ മുരിഞ്ഞ് വന്ന് നമുക്ക് കോരിയെടുക്കാം. അപ്പം നമ്മൾ എല്ലാം ഊറ്റിയെടുത്ത് കോരിയെടുത്ത് നമ്മൾ കുറച്ചും കൂടെ ഉള്ള ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അതും കൂടെ ഒന്ന് ഇട്ടിട്ട് മുരിച്ചെടുക്കാം. രണ്ട് കറിവേപ്പിൻ്റെ കൂടെ അതിലേക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ പോള ഇവിടെ പൊരിച്ച് നല്ല ക്രിസ്പിയായി നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല. നമുക്ക് ലേശം ഉപ്പിട്ട് തട്ടിയെടുക്കട്ടെ. നമ്മൾ പോള ഇവിടെ റെഡിയായി. മുകളിൽ കാണണം. പോള ഇവിടെ റെഡിയായിട്ടോ. നല്ല ക്രിസ്പി ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.